കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ പ്രിയ ശ്രോതാവേ, ഈ മഹത്തരമായ ശുശ്രൂഷയിലേക്ക് ഞാൻ നിങ്ങളെ ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൂത് ലോകത്തിൻ്റെ എല്ലാ സ്ഥാനങ്ങളിലും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ വചനം എല്ലാ രാജ്യങ്ങളിലും പ്രസംഗിക്കപ്പെടുവാൻ തക്കവണ്ണം കർത്താവ് തിരഞ്ഞെടുത്ത് അയച്ചിരിക്കുന്ന ദൈവദാസന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ലോകത്തോട് സുവിശേഷം പറയുവാൻ തക്കവണ്ണം ഈ ഹോപ്പ് ചാനലിനെ ദൈവം തിരഞ്ഞെടുത്തതിനെ, ഇതിന് പിന്നിലുള്ള എല്ലാ മുഖാന്തരങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ഇന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സന്നിധിയിൽ ദൈവം തിരഞ്ഞെടുത്ത ദാവീദിനെക്കുറിച്ച് സംസാരിക്കേണ്ടതാണ് ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും നമ്മളെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ കരുതുന്ന ദൈവമാണ്. നമുക്ക് തരുന്ന ആശ്വാസ വചനത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. വിശുദ്ധ വേദപുസ്തകം വായിക്കുമ്പോൾ ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവായിരിക്കുന്ന ശൗലിനെ ദൈവം അഭിഷേകം ചെയ്തു. അവനെല്ലാം കൊണ്ടും ശാരീരികമായിട്ട് യോഗ്യനായിരിക്കുന്ന ഒരുവനായിരുന്നു ശൗല്, ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവ്. എന്നാൽ ഈ രാജാവിൻ്റെ തുറന്നുള്ള കാലഘട്ടം നാം നോക്കുമ്പോൾ ശമൂവേൽ പ്രവാചകൻ അവനെ അഭിഷേകം ചെയ്തു, ഇസ്രായേലിൻ്റെ രാജാവായിട്ട് അവനെ മാറ്റി. പക്ഷേ അഭിഷേകത്തിൽ തുടരുവാൻ തക്കവണ്ണം ഈ രാജാവിന് കഴിഞ്ഞില്ല. അവൻ ദൈവത്തെ വേദനിപ്പിച്ച് അവൻ പാപം ചെയ്യുവാൻ തക്കവണ്ണം കൂടുതലായിട്ട് സമയം കണ്ടെത്തി. അവൻ്റെ വിളിയെക്കുറിച്ച് അവൻ മറന്നു കളഞ്ഞ് ജീവിച്ചു. എന്താണ് സംഭവിച്ചത്? സ്വർഗത്തിലെ ദൈവം പറയുകയാണ്, പ്രവാചകനോട് പറയുകയാണ്, എനിക്ക് അവനെ ഇനി രാജസ്ഥാനത്ത് വേണ്ട. യഹോവ പറയുകയാണ്, ഞാൻ അവനെ രാജാവായിട്ട് അഭിഷേകം ചെയ്തതിൽ എനിക്ക് മനസ്താപമായിരിക്കുന്നു. രാജസ്ഥാനത്ത് നിന്ന് ഞാൻ അവനെ മാറ്റിയിരിക്കുന്നു എന്ന് ദൈവം പറയുകയാണ്. ശമൂവേൽ പ്രവാചകൻ, കർത്താവേ, ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇസ്രായേലിനെ നടത്തുവാൻ തക്കണം. ഇനി അടുത്ത ആരെയാണ് കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് വേദപുസ്തകം വായിക്കാം. വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് 1 ശമൂവേൽ 16-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം ഇപ്രകാരം വായിക്കുന്നു. അനന്തരം യഹോവ ശമൂവേലിനോട്, ഇസ്രായേലിനെ രാജസ്ഥാനത്ത് നിന്ന് ഞാൻ ശൗലിനെ തള്ളിക്കളഞ്ഞെന്നിരിക്കെ നീ അവനെക്കുറിച്ച് എത്ര കാലം ദുഃഖിക്കും? കൊമ്പിൽ തൈലം നിറച്ച് പുറപ്പെടുക, ഞാൻ നിന്നെ ബേത്ലഹേമിനായ യിശ്ശായിയുടെ അടുക്കൽ അയക്കും. അവൻ്റെ മക്കളിൽ ഞാനൊരു രാജാവിനെ കണ്ടെത്തിയിരിക്കുന്നു. ദൈവത്തിൻ്റെ കാലത്തും ഭരണങ്ങളെ മാറ്റുവാൻ കൂടെ കഴിയും. ലോകത്തിൽ ഭരണകൂടങ്ങളെ മാറ്റുവാൻ കൂടെ കഴിയും. പലപ്പോഴും ഭരണകൂടങ്ങൾ വിചാരിക്കും, ഞങ്ങളുടെ മന്ത്രിസഭ ഞങ്ങളുടെ രാജ്യത്ത് സുരക്ഷിതമാണ്, ദീർഘനാളായിട്ട് ഞങ്ങൾക്ക് ഇരിക്കാമെന്ന് വിചാരിക്കും. അവർ സുഗമമായിരിക്കുന്ന ഭരണം നടത്തി ജനങ്ങൾക്ക് പ്രയോജനകരമല്ലാത്ത രീതിയിൽ വരുമ്പോൾ സ്വർഗത്തിലെ ദൈവം എന്താണ്? ഭരണത്തെയും മന്ത്രിമാരെയൊക്കെയും മാറ്റുന്നതായിട്ട് നമുക്ക് ദർശിക്കാൻ കൊണ്ട് കഴിയും. പലപ്പോഴും വിചാരിക്കും, അങ്ങനെയൊന്നുമല്ല സംഭവിക്കുന്നത്, ഞങ്ങളുടെ മിടുക്ക് കൊണ്ടാണ്, ഞങ്ങളുടെ കഴിവ് കൊണ്ടാണ്, ഞങ്ങൾ ഇലക്റ്റഡാണ്, ഞങ്ങളുടെ മുന്നിൽ ഭൂരിപക്ഷം ആളുകളുണ്ട്. എന്നാൽ നീ ആയിരിക്കുന്ന ഇടങ്ങളിൽ ജനനന്മയ്ക്ക് വേണ്ടി, ജനത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി വീടില്ലാത്തവന് വീട് കൊടുക്കുക, ഭക്ഷണമില്ലാത്തവന് ഭക്ഷണം കൊടുക്കുക, വസ്ത്രമില്ലാത്തവന് വസ്ത്രം കൊടുക്കുക, രോഗത്തിൻ്റെ അവസ്ഥയിൽ കിടക്കുന്നവന് അവന് ആവശ്യമായിരിക്കുന്ന ചികിത്സ കൊടുക്കുക, വിദ്യാഭ്യാസമില്ലാത്തവന് വിദ്യാഭ്യാസം കൊടുക്കുക. മനുഷ്യയുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ തക്കവണ്ണം ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ ഔദ്യോഗിക സ്ഥാനങ്ങൾ വരുമ്പോൾ
ആ സ്ഥാനത്തിരുന്നു കൊണ്ട് അത് മറന്നു കളഞ്ഞാൽ യഹോവയായിരിക്കും ദൈവം പറയുകയാണ്, ഈ ശൗവലിനെ മാറ്റിയതുപോലെ ദൈവം നിന്നെ രാജസ്ഥാനത്ത് നിന്ന് മാറ്റിക്കളയുമെന്ന് ദൈവം പറയുകയാണ്. നന്മ ചെയ്യുവാൻ തക്കവണ്ണം മനുഷ്യന് അനുഗ്രഹമായിരിക്കാൻ തക്കവണ്ണമാണ് ഏതെങ്കിലും സ്ഥാനങ്ങളിൽ നാം ആയിരിക്കുന്നെങ്കിൽ അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ആ പദ്ധതിയിൽ നിന്ന് നാം മാറിക്കളഞ്ഞു കഴിഞ്ഞാൽ ദൈവം നമ്മെ മാറ്റിക്കളയുമെന്നുള്ളതിന് യാതൊരു തർക്കമില്ല. അനേക ആളുകൾ പറയും, വർഷങ്ങളായിട്ട് മാസങ്ങളായിട്ട് ദീർഘമായിരിക്കുന്ന നാളുകളിൽ ഞാൻ ഈ കസേരയിൽ ഇരിക്കും. എന്നാൽ നീ ഇരിക്കുന്നത് നല്ലത് തന്നെ, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. പക്ഷേ നീ നന്മ ചെയ്യുവാൻ നീ മറന്നു കളഞ്ഞാൽ ദൈവം തന്നെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റും. ശൗലിനെ അങ്ങനെയാണ് ദൈവം മാറ്റിയത്. ശൗലിനെ മാറ്റിക്കഴിഞ്ഞപ്പോൾ അവനെക്കുറിച്ച് ദുഃഖത്തോടു കൂടി പ്രവാചകൻ ഇരിക്കുകയാണ്. നീ അവനെക്കുറിച്ച് ദുഃഖിക്കേണ്ട, രാജസ്ഥാനത്ത് നിന്ന് ഞാൻ അവനെ മാറ്റിക്കളഞ്ഞിരിക്കുകയാണ്. തൈലക്കൊമ്പെടുക്കാൻ പറയുകയാണ്. നീ ധൈര്യത്തോടു കൂടി നീ പുറപ്പെടുവാൻ പറയുകയാണ്. നിനക്ക് വേണ്ടി, രാജ്യത്തിന് വേണ്ടി ഞാൻ യിശ്ശായിയുടെ പുത്രന്മാരിൽ ഒരുവനെ കണ്ടിരിക്കുന്നുവെന്ന് ദൈവം പറയുകയാണ്. പ്രിയമുള്ള ദൈവത്തിൻ്റെ ജനമേ, ഇന്ന് നോക്കിയാട്ടെ, ആർ ആണ് നമുക്ക് വേണ്ടി നന്മ ചെയ്യുന്നത്? ആരാണ് നമുക്ക് ഉപകാരപ്രദമായി തീരുന്നത്? പല ആളുകളെ ചിന്താക്കുഴപ്പത്തിലാക്കുന്നുണ്ട്. എന്നാൽ ആ സ്ഥാനങ്ങളിൽ സ്വർഗത്തിൽ ദൈവം പറയുകയാണ്, നീ ചിന്താക്കുഴപ്പത്തിൽ, നീ ഭാരത്തിൽ, നീ പ്രയാസത്തിൽ ഇരിക്കേണ്ടതാണ്. നിന്നെ കരുതുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. നിനക്ക് വേണ്ടി ഭരണം നടത്തുവാൻ തക്കവണ്ണം, നിന്നെ നയിക്കുവാൻ തക്കവണ്ണം ഒരു നല്ല നേതാവിനെ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറയുകയാണ്. ഇവിടെ തുറന്ന് വായിക്കുമ്പോൾ അതിന് ശമൂവേൽ ഞാൻ എങ്ങനെ പോകുമെന്നൊക്കെയും പറഞ്ഞ് ശമൂവേൽ ഭയപ്പെടുന്നുണ്ട്. എന്നാൽ ദൈവം പറയുകയാണ്, നീ ഭയപ്പെടേണ്ട കാര്യമില്ല, നീ സഞ്ചരിക്കേണ്ടൊക്കെ പറയുകയാണ്. നീ സഞ്ചരിച്ച് ചെല്ലുക. അതിന് 16-ാമത്തിൻ്റെ 10-ാമത്തെ വാക്യം വിശുദ്ധ വേദപുസ്തകത്തിൽ 1 ശമൂവേലിൻ്റെ പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 10-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. അങ്ങനെ യിശ്ശായി 7 പുത്രന്മാരെ ശമൂവേലിൻ്റെ മുമ്പിൽ വരുത്തി. എന്നാൽ ശമൂവേൽ യിശ്ശായിയോട്, യഹോവ ഇവരെ തിരഞ്ഞെടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. 16-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം ഇപ്രകാരം വായിക്കുന്നു, നിന്റെ പുത്രന്മാർ എല്ലാവരുമായോ എന്ന് ശമൂവേൽ ചോദിച്ചതിന് അവൻ, ഇനിയും ഒരുവനുണ്ട്. 7 പുത്രന്മാരെ ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന, പ്രവാചകനായിരിക്കുന്ന, തൈലക്കൊമ്പുമായിട്ട് നിൽക്കുന്ന ശമൂവേലിൻ്റെ അടുത്തേക്ക് യിശ്ശായി കൊണ്ടുവിടുകയാണ്. ഇവിടെ ഞാനൊരു കാര്യം പറയാം. ഇന്ന് മക്കൾ അവരുടെ മുമ്പിൽ അവരെ ഏത് രീതിയിലാണ് മാതാപിതാക്കന്മാർ കാണുന്നതിനെക്കുറിച്ച് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇതാ 7 പുത്രന്മാരെ കൊണ്ടുവന്ന് പ്രവാചകൻ്റെ അടുത്ത് നിർത്തിയിട്ട് പറയുകയാണ്, അവരൊക്കെ കഴിവുള്ളവരാണ്, രാജാവാകുവാൻ വിദ്യാഭ്യാസമുള്ളവനാണ്, ആരോഗ്യമുള്ളവരാണ്, എല്ലാ കഴിവുള്ളവരാണ് എന്നൊക്കെയും പറഞ്ഞവരെ പരിചയപ്പെടുത്തി. എന്നാൽ ദൈവത്തിൻ്റെ ദാസൻ പറയുകയാണ്, ഇല്ല, എനിക്കിവരെ ആരും തൈലക്കൊമ്പ് ഉപയോഗിച്ച് അല്ലെ തൈലം ഇവരുടെ തലയിൽ ഒഴിച്ച് അഭിഷേകം ചെയ്യുവാൻ ദൈവത്തിൽ നിന്ന് ആലോചനയില്ല എന്ന് പറയാണ്. പിന്നെ എന്താണ് ചെയ്യേണ്ടത്? യിശ്ശായിയോട് ചോദിച്ചു, നിൻ്റെ മക്കളെല്ലാവരുമായോ? പറയുകയാണ്, ഇല്ല, ഒരുവനുണ്ട്. അവൻ കാട്ടിൽ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പ്രിയപ്പെട്ട പിതാവ് പോലും അവനെക്കുറിച്ച് മറന്നുപോയി. സ്വന്തം പിതാവ് രാജസ്ഥാനത്തേക്ക് ദാവീദിൻ്റെ പേര് മറന്നുപോയി. ഒരുവനുണ്ട്, അവൻ വനത്തിൽ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനെൻ്റെ ഏറ്റവും ഇളയ മകനാണ്. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, പ്രവാചകൻ പറയുകയാണ്, അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ പ്രവാചകൻ പറയുന്നു, ഉടനെ അവൻ ആളയച്ച് അവനെ വരുത്തി. അവൻ പവിഴ നിറമുള്ളവനും സുനേത്രനും കോമളരൂപനുമായിരുന്നു. അപ്പോൾ യഹോവ, എഴുന്നേറ്റ് ഇവനെ അഭിഷേകം ചെയ്യുക എന്ന് പറഞ്ഞു. സുന്ദരനായിരിക്കുന്ന, സുനേത്രനായിരിക്കുന്ന, കോമളനായിരിക്കുന്ന, ആടുകളെ മേയ്ക്കുന്ന, എന്നാൽ തൻ്റെ പ്രിയപ്പെട്ട പിതാവ് അവനെ മറന്നു കളഞ്ഞു. അവൻ വന്നു, ആടുകളുടെ സ്മെല്ലാണ് അവൻ്റെ ശരീരത്തിൽ. വനത്തിൽ ആടുകളെ മേയിച്ചുകൊണ്ട് വെയിലൊക്കെ കൊണ്ടുകൊണ്ട് നടക്കുന്ന ഈ സുന്ദരനായിരിക്കുന്ന ചെറുപ്പക്കാരനെ തൻ്റെ പ്രിയപ്പെട്ട പിതാവും മാതാവും എല്ലാം മറന്നുപോയി.
സഹോദരന്മാർ പോലും അവൻ്റെ പേര് പറഞ്ഞില്ല. 7 പേർ അണിനിരുന്നിട്ട് പറയുകയാണ്, ഞങ്ങൾക്ക് രാജാവാകുവാൻ എല്ലാ അധികാരമുണ്ട്. പക്ഷേ സ്വർഗത്തിലെ ദൈവം, പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, എല്ലാവരും നിന്നെ മറന്നെന്ന് വന്നിരുന്നാലും സ്വർഗത്തിലെ ദൈവം പറയുകയാണ്, ഞാൻ നിന്നെ മറക്കുന്ന ദൈവമല്ല, ഞാൻ നിന്നെ സ്നേഹിക്കുന്ന ദൈവമാണ്. യേശുക്രിസ്തുവിന് ജന്മം കൊടുക്കുവാൻ ആ കാലഘട്ടത്തിൽ രാജകൊട്ടാരത്തിലുള്ള രാജ്ഞിമാരൊക്കെയും ഒരുങ്ങിയിരുന്നു. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പദ്ധതി മറ്റൊന്നായിരുന്നു. മറിയെ തിരഞ്ഞെടുത്ത് അവളുടെ ഉദരത്തിൽ ഉരുവാകുവാൻ ഒക്കണം യേശുക്രിസ്തു. സ്വർഗത്തിലെ ദൈവം അപ്രകാരം കാര്യമാണ് ക്രമീകരിച്ചത്. ഇവിടെ നോക്കിയാട്ടെ, ഏത് സാഹചര്യത്തിൽ, ഏത് സ്ഥാനത്ത്, ഏത് അവസ്ഥയിൽ നീ ആയിരുന്നാൽ തന്നെയും നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്, നിന്നെ കരുതുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. ഇവിടെ നോക്കിയാട്ടെ, ദാവീദിനെ എല്ലാവരും മറന്നു, സഹോദരന്മാരെല്ലാം മറന്നു. പക്ഷെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പദ്ധതി മറ്റൊന്നായിരുന്നു. ഞാൻ നിന്നെ അഭിഷേകം ചെയ്യാണ്ടൊക്കെ പോവുകയാണ്. അവനെ വരുത്തി അവനെ അഭിഷേകം ചെയ്യുന്നതായിട്ട് നാം കാണുന്നുണ്ട്. അതിൻ്റെ 13-ാമത്തെ വാക്യം, 1 ശമൂവേലിൻ്റെ പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം ഇപ്രകാരം വായിക്കുന്നു: അങ്ങനെ ശമൂവേൽ തൈലക്കൊമ്പ് എടുത്ത് അവൻ്റെ സഹോദരന്മാരുടെ നടുവിൽ വെച്ച് അവനെ അഭിഷേകം ചെയ്തു. യഹോവയുടെ ആത്മാവ് അന്ന് മുതൽ അവൻ്റെ മേൽ വസിക്കുവാനിടയായി. സഹോദരന്മാരുടെ മുമ്പിൽ വെച്ച് എല്ലാവരും മറന്നു, ആരും അവൻ്റെ പേര് ഓർത്തില്ല. പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, ഇന്ന് പകൽക്കാലം നീ ഓർക്കണം, നീ ആയിരിക്കുന്ന ഇടങ്ങളിൽ, നീ ജോലി ചെയ്യുന്ന ഓഫീസിൽ അതിൻ്റെ നേതാവ് നിന്നെ മറന്നു കളഞ്ഞേക്കാം. പക്ഷേ സ്വർഗത്തിലെ ദൈവം പറയുകയാണ്, ഞാൻ നിന്നെ മറക്കുന്ന ദൈവമല്ല, ഞാൻ നിന്നെ സ്നേഹിക്കുന്ന ദൈവമാണ്. നിന്ദിച്ചവരുടെ മുമ്പാകെ, പരിഹസിച്ചവരുടെ മുമ്പാകെ ഞാൻ നിനക്ക് വേണ്ടി മേശയൊരുക്കുന്ന ദൈവമാണ്. നോക്കിയാട്ടെ, സഹോദരന്മാരുടെ മുമ്പാകെ, തൻ്റെ പ്രിയപ്പെട്ട പിതാവിൻ്റെ മുമ്പാകെ ദാവീദ് വളരെ അഭിമാനത്തോടു കൂടി നിൽക്കുകയാണ്. ദാവീദേ, നിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എപ്രകാരമാണ്? എന്നെ നിന്ദിച്ചവരുടെ മുമ്പാകെ, എന്നെ ഓർക്കാത്ത പ്രിയപ്പെട്ട പിതാവിൻ്റെ മുമ്പാകെ, എൻ്റെ പേര് പറയാത്ത പിതാവിൻ്റെ മുമ്പാകെ ഇതാ ഞാൻ അഭിഷക്തനാകാൻ പോകുന്നു. ദൈവം അവനെ അഭിഷേകം ചെയ്തു. ദൈവം അവനെ അഭിഷേകം ചെയ്തു. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. കരുതുന്ന ദൈവത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ലോകത്തിൽ നമ്മെ എല്ലാവരും ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഒരു നാൾ ഉപേക്ഷിക്കത്തെന്ന് പറഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ യെശയ്യാ പ്രവചനം 49-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം ഞാൻ നിങ്ങൾക്കായിട്ട് വായിക്കുന്നു. വിശുദ്ധ വേദപുസ്തകം യെശയ്യാ പ്രവചനം 49-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കുന്നു. ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഏറ്റവും കൂടുതൽ സ്നേഹം ഒരു മാതാവിൻ്റെ സ്നേഹമാണ് ഏറ്റവും വലിയ സ്നേഹമെന്ന് നാം ചിന്തിക്കാറുണ്ട്. കർത്താവ് പറയുകയാണ്, ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? മറക്കും. ലോകത്തിൽ അനേക അമ്മമാർ തൻ്റെ കുഞ്ഞുങ്ങളെ മറക്കുന്നുണ്ട്. 1999 മനോരമ പത്രം ഫോട്ടോ സഹിതം ഒരു വാർത്ത പരസ്യപ്പെടുത്തി. പാലക്കാട് പട്ടണത്തിൽ കുറച്ച് നായ്ക്കുട്ടികൾ, പട്ടികൾ ഒരുമിച്ച് വന്നുകൊണ്ട് ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ ജഡം അതിങ്ങനെ കടിച്ച് തിന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച. ഏതോ ഒരമ്മ പ്രസവിച്ചതിന് ശേഷം ഉപേക്ഷിച്ച് പോയ കുഞ്ഞാണത്. ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? മറക്കും. അനേക അമ്മമാർ പറയുന്നുണ്ട്, എനിക്കെൻ്റെ ഈ മകനെ എനിക്ക് വേണ്ട, ഈ മകളെ എനിക്ക് വളർത്താൻ കൂടെ കഴിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉപേക്ഷിക്കുന്ന, തെരുവീതികളിലേക്ക് വലിച്ചെറിയുന്ന അമ്മമാരുണ്ട്. റെയിൽവേ ട്രാക്കിൽ കൊണ്ടുവച്ചിട്ട് പോകുന്നവരുണ്ട്. അമ്മ തൊട്ടിൽ കൊണ്ടിടുന്നുണ്ടല്ലോ. നമ്മുടെ സമൂഹത്തിൽ അത് കാണുവാൻ കഴിയും. ആർക്കും വേണ്ടാത്ത കുഞ്ഞുങ്ങളെ സ്വീകരിക്കുന്ന സ്ഥാനങ്ങൾ. പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, ഇവിടെ നോക്കിയാട്ടെ, കർത്താവായ യേശുക്രിസ്തു പറയുകയാണ്,
ലോകപ്രകാരമുള്ള നിൻ്റെ പ്രിയപ്പെട്ട മാതാവ് നിന്നെ മറന്നു കളഞ്ഞിരുന്നാലും ഞാൻ നിന്നെ മറക്കുന്ന ദൈവമല്ല, ഞാൻ നിന്നെ സ്നേഹിക്കുന്ന ദൈവമാണ്, ഞാൻ നിന്നെ കരുതുന്ന ദൈവമാണ്. ഇവിടെ നോക്കിയാട്ടെ, ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കുകയില്ല. എത്രയോ അമ്മമാർ ഇല്ലാത്ത കുഞ്ഞുങ്ങൾ ലോകത്തിലുണ്ട്. അമ്മമാർ ജീവിച്ചിരിപ്പുണ്ടായിരുന്നേക്കാം. അമ്മമാരെ അറിയാതെ എത്രയോ കുഞ്ഞുങ്ങൾ ജീവിക്കുന്നുണ്ട്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എത്ര നല്ലവനാണ്, അവൻ എത്ര വലിയവനാണ്. അവൻ നമുക്ക് ആശ്വാസം തരുന്ന ദൈവമല്ലേ, അവൻ നമ്മെ കരുതുന്ന ദൈവമല്ലേ. ആർക്കും വേണ്ട എന്ന് തോന്നിയാൽ യഹോവയായിരിക്കും ദൈവം പറയാണ്, ഞാൻ നിൻ്റെ ഓഫീസിലേക്ക് ഇറങ്ങി വന്ന് പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പൈതലേ, നീ അനുഭവിക്കുന്ന നിന്ദയുടെ മുമ്പാകെ, നീ അനുഭവിക്കുന്ന പരിഹാസത്തിന് മുമ്പാകെ, നീ അനുഭവിക്കുന്ന യാതനയുടെ മുമ്പാകെ ഞാൻ നിന്നിലേക്ക് ഇറങ്ങി വന്ന് നിന്നെ സഹായിക്കാനൊക്കെ കഴിയുന്ന ദൈവമാണ്. എല്ലാവരും നിന്നെ മറന്നാലും ഞാൻ നിന്നെ ഒരു നാളും മറക്കുകയില്ല. ദാവീദിനെ ഓർത്ത ദൈവം അവനെ രാജസ്ഥാനത്തേക്ക് ദൈവം മാനിച്ചു. രാജസ്ഥാനത്ത് അവനെ ആയിരിക്കുകയാണ്. എന്നാൽ അവനുടനെ രാജസ്ഥാനത്ത് ഇരിക്കാൻ കഴിഞ്ഞില്ല. ലോകത്തിലെല്ലാവരും നിന്നെ മറന്നാലും ഞാൻ നിന്നെ ഒരു നാളും മറക്കുകയില്ല. നോക്കിയാട്ടെ, ദൈവത്തിൻ്റെ ദാസന്മാരായ ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ, ദാനിയേൽ, അവരൊരു സമയത്ത് അവർക്ക് രാജ്യത്ത് വലിയൊരു പീഡനം അല്ലെങ്കിൽ വലിയൊരു വെല്ലുവിളി ഉണ്ടായി. ആ സാഹചര്യത്തിൽ ഇപ്രകാരമാണ് വെല്ലുവിളി ഉണ്ടായത്. യഹോവയായിരിക്കും ദൈവത്തിൻ്റെ സന്നിധിയിൽ അവർ ശക്തന്മാരെ തെളിയിക്കൊണ്ടൊക്കണം. രാജകൽപ്പന പുറപ്പെടുകയാണ്, ഞാൻ നിർത്തിയിരിക്കുന്ന ഈ ബിംബത്തെ നിങ്ങൾ നമസ്കരിക്കണമെന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ ദാസന്മാർ പറയുകയാണ്, ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല, ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല, ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. ഞങ്ങളുടെ ദൈവമായ കർത്താവിനെ അല്ലാതെ ലോകത്തിൽ മറ്റാരെയും ഞങ്ങൾ ആരാധിക്കത്തില്ല, ഞങ്ങൾ നമസ്കരിക്കത്തില്ല എന്ന് ദൈവദാസന്മാർ തീരുമാനമെടുത്തവരാണ്. എന്നാൽ രാജകൽപ്പന അവർക്കെതിരായി വന്നു. അവരോട് പറയുകയാണ്, നിങ്ങൾ ആരാധിക്കാനൊക്കെ പറയുകയാണ്, നിങ്ങൾ നമസ്കരിക്കാൻ പറയുകയാണ്. വാദിത്ര നാദങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഈ സമയങ്ങളിൽ നിങ്ങൾ മുഴങ്കാലും അടക്കി ഈ ദുരാസ സമഭൂമിയിൽ നിർത്തിയിരിക്കുന്ന ഈ ബിംബത്തെ നിങ്ങൾ വീണ് നമസ്കരിക്കണമെന്ന് പറയുകയാണ്. അവർ പറയുകയാണ്, ഒരിക്കലും ചെയ്യത്തില്ല. രാജകൽപ്പന കഠിനമായിരുന്നു. രാജാവ് പറയുകയാണ്, ആ തീ കൂട്ടുവാണ്ടൊക്കെ പറഞ്ഞു. അത് 7 മടങ്ങ് ശക്തിയോടുകൂടെ ആ തീ എരിയാൻ തുടങ്ങിയാണ്. അങ്ങകലിയായിട്ട് വീണ്ടും രാജാവ് അവർക്ക് അവസരം കൊടുക്കുകയാണ്. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ, ദാനിയേലേ, ഇപ്പോഴിതാ വീണ്ടും നിങ്ങൾക്കൊരു അവസരം തരികയാണ്. നിങ്ങൾ വിഗ്രഹത്തെ നമസ്കരിക്കുമെന്ന് ചോദിച്ചു. ദൈവത്തിൻ്റെ ദാസന്മാർ ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് പറയുകയാണ്, ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്, അതിനെ നമസ്കരിക്കരുത്, അതിനെ ആരാധിക്കരുതെന്ന് ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുമ്പോൾ രാജാവേ, എനിക്കെൻ്റെ ദൈവത്തെ വിട്ട് ഒന്നും ചെയ്യുവാനൊക്കെ കഴിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ അങ്ങനെ നിവർന്നു നിൽക്കുകയാണ്. സകല മനുഷ്യരും വീണ് നമസ്കരിക്കുമ്പോൾ അവർ നിവർന്നു നിന്നുകൊണ്ട് അവരുടെ കർത്താവിൻ്റെ സന്നിധി സാക്ഷ്യത്തോടെ നിൽക്കുകയാണ്. അവർ വിശ്വസിച്ചു. അവർ പറയുകയാണ്, രാജാവേ, എരിയുന്ന തീച്ചുളയിൽ നിന്ന് ഞാൻ വിശ്വസിക്കുന്ന ഞങ്ങളുടെ കർത്താവിന് ഞങ്ങളെ വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും രാജാവ് നിർത്തിയിരിക്കുന്ന ഈ ബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കത്തില്ലാന്ന് തീരുമാനമെടുത്തു. പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, രാജകൽപ്പന കഠിനമായതുകൊണ്ട് മറ്റ് പടജനങ്ങളും മന്ത്രിമാരും രാജാവിനെ പ്രേരിപ്പിക്കുകയാണ്. നിങ്ങൾ രാജാവേ, നീ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പ്രാവർത്തികമാക്കണം. രാജാവ് എന്ത് ചെയ്തു? പടയാളികളോട് പറഞ്ഞു, നിങ്ങളവരെ കൈയും കാലും കെട്ടി ആ എരിയുന്ന തീച്ചുളയിലേക്ക് ശക്തമായിട്ട് എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിശക്തമായിട്ട് എരിയുന്ന ആ തീച്ചുളയുടെ അടുത്തേക്ക്, ആ തീച്ചുളയ്ക്കകത്തേക്ക് അവരെ കൊണ്ടിടുവാണ്ടൊക്കെ പറയുകയാണ്. പടയാളികൾ വന്ന് അവരുടെ കൈയും കാലും ഒക്കെ കെട്ടി അവരെ പൊക്കിയെടുത്തു. അവരെ കൊണ്ടുപോയി ആ തീച്ചുളയ്ക്കകത്തേക്ക് കൊണ്ടിടുവാണ്ടൊക്കെ പോവുകയാണ്. ദൈവത്തിൻ്റെ വചനം ഇവിടെ വായിക്കുന്ന പ്രകാരമാണ്, തീച്ചുളയ്ക്കകത്തേക്ക് അവരെ കൊണ്ടുവിടാൻ പോയ ഈ പടയാളികൾ പോലും അവിടെ വീണ് മരിച്ചു എന്നാണ് പറയുന്നത്. തീച്ചുളയ്ക്കകത്ത് ദൈവത്തിൻ്റെ ദാസന്മാർ ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവും ദാനിയേൽ, ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവും, ഈ 3 ദൈവത്തിൻ്റെ ദാസന്മാരെ അവർ കൊണ്ടിടുകയാണ്. അവർ ചെയ്ത കുറ്റം ഒന്ന് മാത്രമേ ഉള്ളൂ. അവർ കുറ്റമൊന്നും ചെയ്തില്ല. രാജാവ് അവരുടെ മേൽ ആരോപിച്ച കുറ്റം, ഞാൻ നിർത്തിയിരിക്കുന്ന ഈ ബിംബത്തെ നിങ്ങൾ നമസ്കരിക്കണം,
ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. തീച്ചൂളയിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങളത് ചെയ്യത്തില്ല എന്ന് വിശ്വസിച്ചു. അവർ ആ തീക്കകത്തകപ്പെട്ടു. എന്നാൽ സ്വർഗത്ത് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവും ദാനിയേലേ, ഞാൻ നിങ്ങളെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന അടിമ രാജ്യത്ത് നിങ്ങളായിരിക്കുന്നുവെങ്കിൽ എനിക്ക് നിങ്ങളെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. ഇതാ ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവും ഈ 3 ദൈവത്തിൻ്റെ ദാസന്മാർ എരിയുന്ന തീച്ചുളയ്ക്കകത്ത് അകപ്പെട്ടിരിക്കുകയാണ്. തീക്ക് അവരെ നശിപ്പിക്കാൻ കഴിയും. നമുക്കറിയാമല്ലോ തീയുടെ ശക്തി എത്രമാത്രം വലുതാണ്. തീയുടെ മുമ്പിൽ നിൽക്കുവാണ്ടൊക്കെ ആരെക്കൊണ്ട് കഴിയത്തില്ല. തീയിൽ തൊടുവാണ്ടൊക്കെ ആരെക്കൊണ്ട് കഴിയത്തില്ല. തീയുടെ അടുത്തേക്ക് പോകുവാണ്ടൊക്കെ ആരും കഴിയത്തില്ല. എന്നാൽ നോക്കൂ, ദൈവത്തിൻ്റെ ദാസന്മാർ ഈ അഗ്നിക്കുള്ളിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് സർവശക്തനായിരിക്കും ദൈവം യേശുക്രിസ്തു തന്നെ അതിലേക്ക് ഇറങ്ങി വന്ന് തൻ്റെ മക്കളെ വിടുവിക്കുവാണ്ടൊക്കണം അവരോട് ഒരുമിച്ചായിരിക്കുന്ന കാഴ്ച നമുക്ക് ദർശിക്കാൻ കഴിയും. എത്രയോ അത്ഭുതകരമായിരിക്കുന്ന കാഴ്ചയാണ്. അഗ്നിക്കുള്ളിൽ ഇറങ്ങുന്ന ദൈവം, എത്രമാത്രം ഭയങ്കരമായിരിക്കുന്ന അനുഭവമാണ്. പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, അഗ്നിക്കുള്ളിൽ മരിക്കുമെന്ന് ലോകം മുഴുവൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. രാജാവ് സിംഹാസനത്തോട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പടയാളികൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരെതിരായിട്ട് ആരോപണം ഉന്നയിച്ചവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സകല മനുഷ്യരും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതാ ദൈവത്തിൻ്റെ മക്കൾ അതിനകത്ത് അകപ്പെട്ടിരിക്കുന്നു. നിന്നെ ലോകം കെട്ടട്ടെ, ലോകം നിന്നെ പരിഹസിക്കട്ടെ, എന്നാൽ നീ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു ദൈവത്തിൻ്റെ പൈതലാകുന്നുവെങ്കിൽ ദൈവം എന്താണ്? നിന്നെ അതിൽ നിന്ന് വിടുവിക്കുന്ന ദൈവമാണ്. അവൻ്റെ കെട്ടുകൾ കരിഞ്ഞു മാറി. എന്നാൽ അവർ എഴുന്നേറ്റ് നിന്നുകൊണ്ട് അവർ കർത്താവിനെ സ്തുതിക്കുകയാണ്, ആരാധിക്കുകയാണ്, ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അവരോട് കൂടെ അഗ്നിക്കകത്ത് ഇറങ്ങി വന്ന ദൈവത്തിൻ്റെ ശക്തി അവർ അനുഭവിക്കുകയാണ്. 4മതൊരുവൻ രാജാവ് നോക്കുമ്പോൾ 4മതൊരുവൻ നിൽക്കുന്നുണ്ട്. നമ്മുടെ പ്രയാസങ്ങളിൽ, നമ്മുടെ പ്രശ്നങ്ങളിൽ നമ്മിലേക്ക് ഇറങ്ങി വന്ന് 4മതൊരുവൻ യേശുക്രിസ്തു നമ്മൾ വിടുവിക്കാണ്ടൊക്കണം ശക്തനായിരിക്കും ദൈവമാണ്. അവരുടെ നടുവിലേക്ക് ഇറങ്ങി വന്ന് അവരെ വിടുവിച്ചു. രാജാവ് നോക്കി, രാജാവ് അത്ഭുതപ്പെട്ടു, രാജാവ് അതിശയിച്ചു. ലോകത്തിൽ ഇന്ന് വരെ നടന്നിട്ടില്ലാത്ത വലിയൊരു അത്ഭുതത്തിൻ്റെ ശുശ്രൂഷ. കർത്താവിനെ സ്നേഹിച്ചാൽ ദൈവം വിടുവിക്കും. നാം വിചാരിക്കും, ഈ ദൈവത്തിന് എന്നെ തീച്ചുളയിൽ നിന്ന് വിടുവിക്കാനൊക്കെ കഴിയുമോ? സിംഹത്തിൻ്റെ ഗുഹയിൽ നിന്ന് എന്നെ വിടുവിക്കാനൊക്കെ കഴിയുമോ? കഴിയും. ദൈവം പറയാണ്, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ച ദൈവമാണ്. ഞാൻ നിന്നെ വഴിയിൽ ഉപേക്ഷിക്കത്തില്ല. ലോകത്തിൽ കർത്താവ് പറയാണ്, ഞാൻ നിന്നെ അവസാനത്തോളം ചുമക്കുന്ന ദൈവമാണ്. ശത്രുവിൻ്റെ കയ്യിൽ ഞാൻ നിന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഞാൻ ഇരുന്ന് സന്തോഷിക്കുന്ന ദൈവമല്ല. ഏതെങ്കിലും സ്ഥാനത്ത് നിനക്ക് കഷ്ടത വരുന്നുവെങ്കിൽ, പ്രയാസം വരുന്നുവെങ്കിൽ, നിനക്ക് പ്രതികൂലങ്ങൾ വരുന്നുവെങ്കിൽ അത് എൻ്റെ നാമം മഹത്വപ്പെടുവാൻ്റെ ഗുണമാണ് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. 121 സങ്കീർത്തനം ഇപ്രകാരം വായിക്കുന്നു, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെ ഭൂമി ഉണ്ടാക്കിയ യഹോവയിൽ വരുന്നു. പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, ആ ദൈവത്തിൽ നമുക്ക് വിശ്വസിക്കാം. ഞാൻ നിങ്ങളെ ഒന്നുകൂടെ കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് ആകർഷിക്കുന്നു. പ്രയാസങ്ങൾ കണ്ട് ഭാരപ്പെടരുത്. യേശു ക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നു. പ്രാർത്ഥിക്കാം. സ്നേഹവാനായിരിക്കടിൻ്റെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ മനോഹരമായിരിക്കും സമയത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ദാവീദിനെ മാനിച്ചവനായിരിക്കും ദൈവം. സഹോദരന്മാർ, തൻ്റെ പ്രിയപ്പെട്ട പിതാവ് എല്ലാവരും തന്നെ മറന്നു കളഞ്ഞു. എന്നാൽ കർത്താവേ, ആ ഇടയെ ചെറുക്കനായിരിക്കും ദാവീദിനെ മാനിച്ച് രാജസ്ഥാനത്തേക്ക് കൊണ്ടുവന്ന ദൈവമേ, എരിയുന്ന തീച്ചൂളയിൽ നിന്ന് തൻ്റെ ദാസന്മാരെ വിടുവിച്ച ദൈവമേ, ഇന്ന് പ്രതികൂലത്തിൽ പ്രയാസത്തിലായിരിക്കുന്ന ഈ ദൈവത്തിൻ്റെ വചനം കേട്ട ഏതെങ്കിലും ദൈവമക്കളുണ്ടെങ്കിൽ, ഏതെങ്കിലും ആളുകളുണ്ടെങ്കിൽ കർത്താവേ, അവരോട് നീ ഇടപെടണമേ, അവരെ നീ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. അവർക്ക് ആശ്വാസം കൊടുക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.